പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി ഞാനൊരു വെരി സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വരുന്നത്, ചീസ് കട്ട്ലറ്റ്സ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇൻഗ്രീഡിയൻസിൻ്റെ ഫുള്ള് ലിസ്റ്റും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ ഞാൻ വീഡിയോയുടെ ഒടുവിൽ സമയം ലാഭിക്കാനായിട്ട് കൊടുത്തേക്കാം. നിങ്ങളത് റെഫർ ചെയ്താൽ മതി. ആദ്യമായിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കണം. തൊലിയോടുകൂടെ തന്നെയാണ് ഞാനിത് പുഴുങ്ങുന്നത്. പക്ഷേ ഇതൊന്ന് ചെറിയ സൈസാക്കിയിട്ടാൽ അത് വേകാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലൊന്ന് കഴുകി അത് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കും. പുഴുങ്ങി കഴിയുമ്പോൾ നമ്മൾ തൊലി അങ്ങ് ഉരിഞ്ഞ് കളഞ്ഞാൽ മതി. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലൊന്ന് റിൻസ് ചെയ്തതിന് ശേഷം പുഴുങ്ങാനായിട്ട് വയ്ക്കും. പിന്നെ ഈ മല്ലിയിലയൊക്കെ ഒന്ന് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം നമുക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങ് റെഡി ആകുമ്പോഴത്തേന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാണ്. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി വേണം, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനിയും ആ പച്ചമുളകും അതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് അരിയണം. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അരിഞ്ഞാൽ എളുപ്പമുണ്ടാവും. അപ്പം മുളക് നമ്മൾ കടിക്കാതിരിക്കാനാണ്. എരി വേണം, പക്ഷെങ്കിൽ മുളക് കടിക്കരുത്. സ്റ്റീമർ ഇങ്ങനെ റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വയ്ക്കാം. സ്റ്റീമിൻ്റെ വെൻറ്റ് മുഴുവൻ ക്ലോസ് ചെയ്ത് വെക്കരുത്, ആവി വരണമല്ലോ മുകളിലോട്ട്. അപ്പോൾ അതനുസരിച്ച് ഒന്ന് ചാരിയൊക്കെ വയ്ക്കുക. ചാരിയും ചരിഞ്ഞുമൊക്കെ ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഞാൻ അടച്ച് വയ്ക്കാം. ഗ്രീൻ ചില്ലി അരിഞ്ഞു. നമുക്ക് നമ്മുടെ എരിവനുസരിച്ച് അതിട്ടാൽ മതി. മുളകായതുകൊണ്ട് കൈയിട്ട് വരണ്ടെന്ന് വിചാരിച്ച്. ചീസ് കട്ട്ലറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് വേണ്ടത് മൊസറല്ല ചീസാണ്. ഈ പൊട്ടറ്റോ വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. കുത്തി നോക്കിയാൽ മതിയല്ലോ, കറക്റ്റായിട്ട് വെന്ത്. അപ്പോൾ ഞാനിതൊന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കണം, കാര്യം നമുക്കത് മാഷ് ചെയ്തെടുക്കാനാണ്. നമുക്കിതിൻ്റെ തൊലി ഒന്ന് ഉരിച്ച് കളയണം. തണുത്തെന്ന് പറഞ്ഞാലും ഇതിന് ചൂടുണ്ട് കേട്ടോ, കാര്യം അകത്തെ നല്ല ചൂടല്ലേ, കേട്ടോ, ആവി പറക്കുന്നുണ്ടോ. അങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങ് ഒത്തിരി നേരം നിന്ന് നമ്മുടെ സമയം പോകുമല്ലോ എന്ന് കണ്ട് ഞാനതിനെ കൈവച്ചതാണ്. ചൂടാന്നേലും വേണ്ട വില പണി അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചു. നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് പൊടിച്ച് എടുക്കാം. ഈ ഫോർക്ക് കൊണ്ട് പൊടിച്ചാൽ ഉണ്ടല്ലോ, നല്ല മാവ് കുഴച്ചതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും, കട്ടയില്ലാതെ. അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് കൊണ്ട് തന്നെ അങ്ങ് കുഴയ്ക്കുന്നത്. ആദ്യം ആ കൊറിയാൻഡർ ലീവ്സ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതിടാം. പച്ചമുളക് ഇത് നമ്മുടെ എരി അനുസരിച്ചേ ഇടാവൂ, ഒരുപാടങ്ങ് ആദ്യം ഇടരുതേ. നമുക്ക് ഒടുവിൽ നോക്കാനൊരു ചാൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടിട്ടാൽ മതി. കുരുമുളക് പൊടി, കളറിനായിട്ടൊരല്പം കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. എല്ലാം ഇട്ടിട്ടും ഉപ്പിട്ടില്ലെങ്കിൽ എന്താ പ്രയോജനം. ശേഷം ഞാൻ ഈ ബ്രെഡ് ക്രംസ് ആണിത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി പണ്ട് ഇട്ടിരുന്നു. ബ്രെഡ് ക്രംസും കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് തന്നെ ഇട്ടാൽ നമുക്കത് ഉരുട്ടാനായിട്ട് ഗ്രിപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് റൊട്ടിപ്പൊടി ചേർത്തത്. ആവശ്യത്തിന് ചേർത്ത് ഉരുട്ടാൻ പരുവത്തിലാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള മുറുക്കമായില്ലെങ്കിൽ നമുക്ക് റൊട്ടിപ്പൊടി കുറച്ച് കൊടുത്ത് ഇളക്കി നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്യണം. റൊട്ടിപ്പൊടി കൂടുതലായാലും പ്രശ്നമാണ്. ഉരുളക്കിഴങ്ങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാനും പൊടിക്കാനും ഒക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് അതിന് കറക്റ്റായിട്ടുള്ള പരുവം കണ്ടുപിടിക്കുക. കൈ കൊണ്ട് തന്നെ ഭംഗിയായിട്ട് ഇളക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഇത് മുക്കാനുള്ള മാവ് ഉണ്ടാക്കാനായിട്ടാണ്. ഉപ്പ്, പെപ്പർ പൗഡർ, കുരുമുളക്, കോൺഫ്ലവർ ആണ്, അല്ലെങ്കിൽ മൈദ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇച്ചിരി തിന്നായിട്ടിരുന്നാൽ മതി. ഇതിനൊരു ഫ്ലേവർ വരാനായിട്ടാണ് നമ്മൾ അതിനകത്ത് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാം റെഡിയാണ്. ഒരല്പം എണ്ണ നമ്മുടെ കയ്യിലൊന്ന് തൂത്തിട്ട് നമുക്കിനി ഇതൊന്ന് ബോളാക്കി എടുക്കണം. നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ റൊട്ടിപ്പൊടി ഇട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഈ മൊസറല്ല ചീസ് കുറച്ചിട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ചീസ് കട്ട്ലറ്റ്സ് അല്ലേ ഉണ്ടാക്കുന്നത്, ഇതാണ്ടേ. അതിന് ശേഷം ഇത് നന്നായിട്ട് തിരിച്ചങ്ങ് അടയ്ക്കണം. കൊഴുക്കട്ട ഉണ്ടാക്കത്തില്ലേ, അതുപോലെയാണ്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ചിലപ്പം പൊട്ടിയാൽ ചീസ് ഉരുകി പുറത്ത് വരും. ഒരുപാട് ചീസ് അങ്ങനെ വെക്കല്ല അകത്ത്. അതെ, ഇതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് ചരിക്കാം. അതാണ്ട് ഇങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. അതെല്ലാം സെറ്റാക്കി ഓരോന്നോരോന്നിനെ എടുത്ത് വയ്ക്കാം. ഒരു ശകലം കട്ടിയായിട്ട് ഈ കോട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പൊട്ടറ്റോയുടെ കേസ് നമ്മളിതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഈ കോൺഫ്ലവറിൻ്റെ ഇതിനകത്ത് മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിനകത്ത് മുക്കി വറക്കണം. ഈ മാവ് പക്ഷേ നന്നായിട്ട് കലക്കിയിട്ട് വേണം. ഇതങ്ങ് കുറച്ച് നേരം അനങ്ങാതിരുന്നപ്പോഴത്തേനും കട്ട പിടിച്ചു. അപ്പോൾ ഇത് നല്ലപോലെ ലൂസാക്കിയിട്ട് വേണം അതിനകത്ത് മുക്കാൻ. ഈ മാവ് ഈ കട്ട്ലറ്റ് ഇതിനകത്ത് മുക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് മുക്കണം. ഇങ്ങനെ മുക്കി നമുക്കത് മാറ്റി വയ്ക്കണം. ഇത് ഓരോ പ്രാവശ്യം ഇളക്കുമ്പോഴൊന്ന് ഇളക്കിയാൽ നല്ലതാണ്, മാവ് കട്ട പിടിച്ചിരിക്കുക. അതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിനകത്ത് മുക്കി അങ്ങനെ ഓരോന്നോരോന്ന് വെച്ചാൽ നമുക്കൊന്നിച്ചങ്ങ് വറക്കാമല്ലോ, അതിനാണ്.
അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ ഞാൻ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ അങ്ങ് ഇടുകയാണ് ഞാൻ. ഇത് എല്ലാ ഭാഗവും ഉടനെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ, എണ്ണയിൽ മുങ്ങിക്കിടന്നാൽ പൊട്ടാനുള്ള സാധ്യത കുറച്ച് കുറയും. കാര്യം ഇത് വെജിറ്റബിൾ ആയതുകൊണ്ട് എന്താ പറയുന്നത്, മീറ്റൊക്കെ പോലെ ഹാർഡല്ല. അപ്പോൾ ചിലപ്പം പൊട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. കുറച്ച് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പം നന്നായിട്ട് മൂത്തു. ഞാനിങ്ങനെ അങ്ങ് എടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇടാം. തിരിച്ചിടുമ്പോഴൊക്കെ ഒന്ന് ഇച്ചിരി ശ്രദ്ധിച്ച് തിരിച്ചിടണേ, പൊട്ടിപ്പോകാതെ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓപ്ഷൻ ഓൾ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പം നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം റെഡിയാണ്. കണ്ടോ, അതാണ് സംഭവം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.